ഹായ് എവരി വൺ. കുറേ ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഏതാണെന്നുള്ളത്. ഞാനൊരിക്കലും ഇമ്പോർട്ടൻ്റ് ഇനി പറയൂല. സാധ്യത ഉള്ള പ്രോബ്ലം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, കാരണം ഇന്നത്തെ കോർപ്പറേറ്റ് അക്കൗണ്ട് ബിസിനസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഴയ ഒരു പാറ്റേണൊക്കെ ഒഴിവാക്കിയിട്ട് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഇപ്പോൾ സൈബർ ലോ ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഈ പേപ്പർ മാത്രമല്ല, ഒരുപാട് പേപ്പർ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് 40 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാധ്യതകൾ മാത്രം സംസാരിക്കുകയാണ്. ആദ്യം തന്നെ മുൻകരുതലായിട്ട് പറയുകയാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആളുകളോട് പിന്നെ ആളുകൾക്ക് അവസാന നിമിഷം വേണമെങ്കിൽ നോക്കാവുന്നതാണ്. തിയറികൾ ഞാൻ ആദ്യത്തെ 5 ചാപ്റ്ററിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ബാങ്കിങ്ങിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് പ്രൊവിഷൻ കാൽക്കുലേഷൻ അതുപോലെ തന്നെ നമ്മുടെ റിബേറ്റ് ഓൺ ബിൽഡ്സ് ഇത് രണ്ടും ഒന്ന് കാണാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് 7-ാമത്തത്, അതായത് ഇൻഷുറൻസിൽ കാര്യമായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും പുതിയ സിലബസിലില്ല. അതിൽ നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നല്ലോണം നോക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ അതിൽ ആ ജേണൽ എൻട്രീസൊക്കെ എഴുതാനുണ്ട്. ലൈഫ് ഫണ്ട് കാണാനും അതിൻ്റെ ജേണൽ എൻട്രി എഴുതാനുണ്ടല്ലോ. ലൈഫ് ഫണ്ട് ആൻഡ് അതിൻ്റെ ജേണൽ എൻട്രീസ്. ഓക്കെ, ഈ 4 1 അല്ലെങ്കിൽ 2 വരെ നമുക്ക് കിട്ടാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബോണസ് ഷെയറിൻ്റെ ഇതിൽ റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതൊന്ന് നോക്കി നോക്കുന്നുണ്ടോ, ചിലപ്പം വന്നുകൂടായില്ല. വാല്യൂ ഓഫ് റൈറ്റ് കാണാൻ 2 മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡ് ഇല്ലേ, നമ്മുടെ ന്യൂ ഷെയർ അല്ലെങ്കിൽ റൈറ്റ് ഷെയർ ഡിവൈഡ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഫ്രഷ് ഇഷ്യൂ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് എന്നുള്ള ഇക്വേഷനിൽ ചെയ്യുന്ന അതൊന്ന് നോക്കുക. പിന്നെ ഡിബഞ്ചറിൽ നിങ്ങൾ വിവേക് ലിമിറ്റഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അതൊന്ന് ചെയ്യാം. അതേപോലെ തന്നെ റിഡംഷൻ കണ്ടീഷനിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് 1-ാമത്തെ ചാപ്റ്റർ, അതായത് ഷെയറിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ ആ കേരള ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നാണ്ട് വർക്ക് ചെയ്താൽ മതി. കേരള ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് നോക്കാം. എല്ലാം കൂടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അത് ട്രൈ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാപ്റ്റർ 5 കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എസ്സേക്ക് ഏറ്റവും സാധ്യത ഉള്ളതാണ് കേട്ടോ. സാധ്യത എന്നേ പറയുന്നുള്ളൂ, വീണ്ടും പറയുന്നു. ആരൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്നും അറിയില്ലെങ്കിൽ നിർത്തിപ്പോയി കൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, ഓക്കെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, ഓക്കെ, അത് കാണൂല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വീണ്ടും പറയുന്നു. എല്ലാം പഠിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിപ്പീറ്റഡ്ലി കാണാൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനോ ഒന്നും അറിയാത്തവർ ഇതെങ്കിലും ചെയ്ത് നോക്കുക. അഥവാ വന്നാൽ കിട്ടി, അത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഉറപ്പിച്ചൊരിക്കലും പറയുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയ. പിന്നെ നമുക്കെന്താണ് പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷൻ ഉണ്ടല്ലോ, അതിൽ പാർട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആക്കിയിട്ട് റിഡീം ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കിയേക്കുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ്.
പ്രോബ്ലംസ് തിയറി ഞാൻ ഓൾറെഡി ഈ യൂട്യൂബ് എൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക, പ്ലേലിസ്റ്റിൽ അവസാന ഭാഗം പോവുക, ആദ്യത്തെ 5 ചാപ്റ്ററിൻ്റെ തിയറി ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ നോക്കുക. RMAയും അപ്ലോഡ് ചെയ്തിട്ടില്ല.